has now ranked number 1 chapter in Calicut region for 6 months. My categories mementos and gifts. നിങ്ങൾക്ക് മോഡേൺ മിനിമലിസ്റ്റ് മെമൻറ്റോസിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? അതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. അത്ര മെമൻറ്റോസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ പിക്ലൂണിനെ കോൺടാക്ട് ചെയ്യാം. സെക്കൻഡ് മൈ നെയിം ഈസ് നോഫൽ പിക്ലൂൺ, റെപ്രസെന്റിംഗ് പിക്ലൂൺ ക്രിയേഷൻസ് പ്രൈവറ്റ് ലിമിറ്റഡ്. ഞാൻ പിക്ലൂൺ എന്ന കമ്പനീൻ്റെ കോ ഫൗണ്ടർ ആൻഡ് CEO ആണ്. മനുഷ്യബന്ധങ്ങളെ ദൃഢമാക്കുക എന്നതാണ് ഞങ്ങൾ മുന്നോട്ട് വെക്കുന്ന വിഷൻ. അപ്പോൾ അതിനു വേണ്ടിയുള്ള ആ തരത്തിൽ ഒരുപാട് പ്രോഗ്രാമുകൾ ഞങ്ങൾ വെക്കാറുണ്ട്. അവർ മിഷൻ ടു ബി ദ ബിഗ്ഗസ്റ്റ് കസ്റ്റമൈസ്ഡ് ഗിഫ്റ്റ് ബ്രാൻഡ് ഇൻ ഇന്ത്യ. നിങ്ങൾ മെമൻറ്റോസ് എങ്ങനെ കൊടുക്കുക, ഏതാ കൊടുക്കേണ്ടതെന്ന് ചോദിച്ചിട്ട് ഒരുപാട് എൻക്വയറീസ് വരാറുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഇവല്യൂഷനാണ് ഇന്ന് കാണിക്കുന്നത്. മുമ്പ് ഈ എവല്യൂഷൻ തുടങ്ങുന്നത് ഗ്രീക്കിന് ടൈമിൽ ഒരു തലയിൽ ഇങ്ങനെ വെക്കുന്ന ഒലിവ് റീത്തുകളാണ് ആദ്യം തുടങ്ങിയത്. അതാണ് ആദ്യത്തെ ഏൻഷ്യൻ ടൈമിൽ ഉണ്ടായിരുന്നത്. നെക്സ്റ്റ് അതന്നെ ഷീൽഡായി മാറാനുള്ള കാരണം എന്താ പറയുക? അന്നൊക്കെ യുദ്ധമായിരുന്നു പ്രധാന പ്രത്യേകത. യുദ്ധം ജയിച്ചു വരുന്ന ആളുകളെ ഏറ്റവും വലിയൊരു ധീരനായിട്ടും പടയാളിയായിട്ടും ജനിച്ചിരുന്നു. അവർക്ക് കൊടുത്തിരുന്ന ഷീൽഡായിരുന്നു. ഈ സാധനത്തിൻ്റെ ഒക്കെ റെപ്ലിക്ക ഇന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റും, അന്ന് തുടങ്ങി വെച്ച സാധനങ്ങൾ. അടുത്തത് പിന്നെ 20th സെഞ്ച്വറി ആയപ്പോഴത്തേനൊക്കെ ഓർഗനൈസ്ഡ് മെഡൽസായി. ആ മെഡൽ എന്താണെന്ന് മനസ്സിലായോ? ഓസ്കർ ആയ സമയത്ത് നമ്മൾ ആ ഒരു ഓസ്കറിൻ്റെ ട്രോഫി ആയിട്ട് മാറി. ഇതായിരുന്നാന്ന് അറിയാം, ജൂൾസ് റിമെറ്റ് ട്രോഫി. ഇതാരാണ് എന്തെങ്കിലും പറയാൻ പറ്റുമോ? ആർക്കെങ്കിലും അറിയൂ ജൂൾസ് റിമെറ്റ് ട്രോഫി എന്താണെന്ന്? ഫുട്ബോൾ. എക്സാക്ട്ലി, ഫുട്ബോൾ വേൾഡ് കപ്പ് ഫിഫക്ക് തൊട്ട് മുൻപുള്ള ട്രോഫിയുടെ പേര് ജൂൾസ് റിമെറ്റ് ട്രോഫിയാണ്. 3ാം തവണ അത് ബ്രസീൽ കൊണ്ടുപോയതോട് കൂടിയിട്ട് അന്ന് ആ 3 പ്രാവശ്യം ജയിക്കുന്ന ആളുകൾക്ക് ആ ട്രോഫി കൊടുക്കുമായിരുന്നു. അങ്ങനെ ആ ട്രോഫി കൊടുത്തു. അതിൻ്റെ പ്രത്യേകത ഒരു ഗ്രീക്ക് ഗോഡസ് ഒരു വൈൻ കപ്പിൻ്റെ പോലത്തെ കപ്പ് തലയിൽ ഏറ്റി നിൽക്കുന്നതാണ് അതിൻ്റെ സ്റ്റൈൽ. ഇതിൽ നിന്നാണ് പിന്നീട് മെമൻറ്റോസിനൊക്കെ ഒരു കപ്പിൻ്റെ രൂപം വരുന്നത്. അങ്ങനെയാണ് നമുക്ക് 1983 ഇന്ത്യക്ക് വളരെ പ്രൗഡായിട്ടുള്ള ആ ഒരു മൊമെൻറ്റ്, ക്രിക്കറ്റ് വേൾഡ് കപ്പിൽ ഇന്ത്യ ചാമ്പ്യൻ ആകുന്നത്. ആ സമയത്തുള്ള ആ ട്രോഫിൻ്റെ സ്റ്റൈൽ കണ്ടു. അതിൻ്റെ ഒരു ഇവല്യൂഷൻ ഞാൻ പറഞ്ഞത് അതൊരു കപ്പായിട്ട് മാറി. നമ്മൾ സെലിബ്രേഷന് വേണ്ടിയിട്ട് നമ്മൾ വൈനും ഈ സാധനങ്ങളും നമ്മൾ വെള്ളമായിട്ട് ഉപയോഗിക്കുന്നതുകൊണ്ടും ആ ഒരു ഷേപ്പിലേക്ക് അത് വരികയാണ് ചെയ്തത്. ഇതിൻ്റെ റെപ്ലിക്കാണ് ആ സമയങ്ങളിൽ ഉണ്ടാകുന്ന കേരളത്തിലുള്ള എല്ലാ ട്രോഫികളും എല്ലാ സാധനങ്ങളും ഇതിൻ്റെ ചെറുതോ വലുതോ ആയിട്ടുള്ള സാധനങ്ങളായിരുന്നു സാധനങ്ങളായിരുന്നു നമ്മൾ കണ്ടിരുന്നത്. അതാണ് അതിൻ്റെ പ്രത്യേകത. ഇനി നമുക്ക് ഇതാണ് ഈ ഷേപ്പ് ബേസ്ഡ് പിന്നെയാണ് നമ്മൾ ഈ സാധനങ്ങൾ, ഈ ട്രോഫികൾ, ഈ സാധനങ്ങളൊക്കെ ഇതിൻ്റെ ഒരു ഷേപ്പിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് മെമൻറ്റോസും ട്രോഫികളൊക്കെ വന്നത്. അതായത് ഷീൽഡ് ഉണ്ട്, അതുപോലെ തന്നെ ട്രോഫികളുണ്ട്. ഈ ഷീൽഡിൻ്റെ തന്നെ വേറെ സാധനം ഇത് കാറ്റിയതാണ് ഇപ്പോഴും കാണുന്നത്. അപ്പോൾ മുമ്പ് വന്നിരുന്ന സാധനങ്ങളെ കോപ്പി ചെയ്തിട്ട് അങ്ങനെ പോയിക്കൊണ്ടിരുന്നൊരു സംഗതിയാണ് ഇത് നടന്നിരുന്നത്. ഈ സാധനങ്ങളൊന്നും പിക്ലൂൺ ചെയ്യുന്നില്ല എന്നതാണ് ഏറ്റവും വലിയൊരു പ്രത്യേകത. ഓക്കെ, അപ്പോൾ ഇനി പിക്ലൂൺ എന്ത് ചെയ്യുന്നു എന്നതാണ് നമുക്ക് ഇനി കാണാൻ പോകുന്നത്. പിക്ലൂൺ ചെയ്യുന്നത് ലേറ്റസ്റ്റ് ട്രെൻഡിലുള്ള സാധനങ്ങളാണ്. അതായത് ക്രിയേറ്റിവിറ്റി, കസ്റ്റമൈസേഷൻ, യുണീക്ക്നെസ്. അപ്പോൾ ഇത്തരം മെമൻറ്റോകളാണ് നമ്മൾ ചെയ്യുന്നത്. അതിൽ തന്നെ നമ്മൾ ലോഗോൻ്റെ ഷേപ്പിലുള്ള മെമൻറ്റോസ് നമ്മൾ കാണാം. അപ്പോൾ ഇതാണ്ട ഈ സാധനം പൃഥ്വിരാജിന് കൊടുത്ത മെമൻറ്റോ ആണ്. ഇതിൻ്റെ ഷേപ്പ് മീഡിയ 1 TVക്ക് വേണ്ടി കൊടുത്ത സാധനത്തിന് മീഡിയ 1ൻ്റെ ലോഗോ ആണ് ഇതിൽ ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത്. പൃഥ്വിരാജിൻ്റെ ഗ്ലാസ്സിലാണ് ചെയ്തിട്ടുള്ളത്, ബ്ലാക്ക് ഗ്ലാസ്സിൽ പൃഥ്വിരാജിൻ്റെ ഫോട്ടോ ഇവിടെ എൻഗ്രേവ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ BN9 ലോഗോ വെച്ചിട്ടുള്ളത്. അതുപോലെ വേറെ ഒന്ന് കണ്ടിട്ടുണ്ടാവും നിങ്ങൾ, അതേപോലെ റോസിയോ എന്ന് പറഞ്ഞിട്ടുള്ള അതിൻ്റെ ഷേപ്പ്. അതുപോലെ തന്നെ ജോഗ്രഫിക്കൽ ആൻഡ് കൾച്ചറൽ ഷേപ്പ് മെമൻറ്റോസ്. ഇത് ഇതേപോലെ തന്നെ ജോഗ്രഫിക്കൽ സാധനമാണ്. ഇത് ആ പ്രോഗ്രാം നടന്ന ആ ഒരു ലൊക്കേഷൻ ഉണ്ടല്ലോ, അതിനനുസരിച്ചാണ് ഈ സാധനം വരുന്നത്. ഈ ബഹ്റൈനിലെ ഒരു ബിൽഡിങ്ങിൻ്റെ അവിടുത്തെ ഐക്കോണിക് ആയിട്ടുള്ള ബിൽഡിങ്ങിൻ്റെ ഷേപ്പിലേക്ക് നമ്മൾ അതിനെ മാറ്റുന്നു. അങ്ങനെയാണ് ചെയ്യുന്നത്. രണ്ടാമത്തത് ഈ പറഞ്ഞ രാഹുൽ ഗാന്ധി കൊടുത്തിട്ടുള്ള ഈ മെമൻറ്റോ. ആ മെമൻറ്റോൻ്റെ പ്രത്യേകത ഇത് രാഹുൽ ഗാന്ധി അവിടെ ഉദ്ഘാടനം ചെയ്യുന്ന ഒരു വില്ലേജ് പ്രൊഡക്റ്റാണ്. അപ്പം വയനാടിൻ്റെ ആ ഒരു മലഭംഗി ഉണ്ടല്ലോ, ആ മലഭംഗിയാണ് ശരിക്കും അവിടെ കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ ബാക്കിലുള്ളത് ആ വില്ല പ്രൊജക്റ്റിൻ്റെ സാധനങ്ങളാണ്. അതായത് ജോഗ്രഫിക്കൽ ആയിട്ടുള്ള സാധനങ്ങൾക്കനുസരിച്ച് മെമൻറ്റോസ് നമ്മളെ രൂപങ്ങൾ മാറും. അതുപോലെ തന്നെ ഇവൻറ്റുകൾ വെച്ചിട്ട് ഇതുപോലെ മാധ്യമത്തിന് കൊടുത്തിട്ടുള്ള ഇവൻറ്റുകളാണ്. അതുപോലെ ഇവൻറ്റിൻ്റെ ആ തീമിനനുസരിച്ച് ചിലപ്പോൾ കളർഫുൾ ആയിട്ടുള്ള ഒരു ഇവൻ്റ് ആയിരിക്കും, ചിലപ്പം കുക്കറി ഷോ ആയിരിക്കും. അപ്പോൾ ഇതിനൊക്കെ അനുസരിച്ച് മെമൻറ്റോസിൻ്റെ രൂപങ്ങൾ പല രൂപത്തിലായിട്ട് മാറാറുണ്ട്. അതുപോലെ തന്നെ വേറെ ഒന്ന് പിന്നെ പ്രൊഡക്റ്റ് ബേസ്ഡ് സാധനങ്ങൾ ഉണ്ടാകുന്നുണ്ട്. മിനിമലായിട്ട് പ്രൊഡക്റ്റ് ബേസ്ഡായിട്ട് സാധനം ചെയ്തിട്ടുള്ളതാണ്. ഇതിപ്പോൾ നമ്മൾ അജ്മിക്ക് വേണ്ടിയിട്ട് അജ്മിൻ്റെ പുതിയ പ്രോഡക്റ്റാണ്
അജ്മി ആട്ട ഇറങ്ങിയ സമയത്ത് അവർക്ക് സാധനം അതിനാണ് അവർ ഹൈലൈറ്റ് ചെയ്യുന്നത്. അപ്പോൾ അവർക്ക് ഡീലേഴ്സിന് കൊടുക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതിൻ്റെ ഇനാഗുറേഷന് വേണ്ടിയിട്ട് ഇത്തരം സാധനങ്ങൾ വേണം. അപ്പോൾ അങ്ങനെയുള്ള മെമൻറ്റോസുകൾ നമ്മൾ കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ വേറെ തന്നെ കുറച്ചും കൂടെ മിനിമലിസ്റ്റ് ആയിട്ട്, അതിന് പ്രത്യേകിച്ച് ഒരു സാധനം ഉണ്ടാവില്ല, മിനിമലിസ്റ്റ്. ഇപ്പോൾ കുറച്ച് ഇത് വരുന്ന സാധനങ്ങൾ. അപ്പോൾ ഇതിൽ പെട്ടതാണ് ഇപ്പോൾ നമ്മൾ ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിന് കൊടുത്തൊരു മെമൻറ്റോൻ്റെ മോഡലാണ് ഇത്. സാധനം നമ്മൾ ദുൽഖർ സൽമാൻ വേണ്ടിയിട്ട് കൊടുത്ത മെമൻറ്റോ ആണ്. മോസ് എന്ന് പറഞ്ഞുള്ള സാധനം, മോസ് ഉണ്ടല്ലോ, പുല്ല്, ഒറിജിനൽ പുല്ല് വെച്ചിട്ടുള്ള ഒരു സാധനമാണ്. ഇത് വെച്ചിട്ട് നമ്മൾ ചൈനയിലേക്ക് 10 ഇത്തരം മെമൻറ്റോസ് നമ്മൾ കൊടുത്ത ബ്രിഡ്കോക്ക് വേണ്ടിയിട്ട്. അപ്പം കൂടുതൽ പരീക്ഷണങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങളും നമ്മൾ ചെയ്യാറുണ്ട്. എനിക്ക് വളരെ സർപ്രൈസ് ആയിട്ടുള്ള ഒരു സംഗതി പറയാനുള്ളതെന്ന് വെച്ചാൽ, ഇതൊക്കെ നടക്കണമെന്നുണ്ടെങ്കിൽ നല്ല നിങ്ങളെ കൂടെ കട്ടക്ക് ചങ്കായിട്ട് കൂടെ നിൽക്കുന്ന സ്റ്റാഫുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രമേ നടക്കുള്ളൂ. ഇന്ന് ഞാൻ എൻ്റെ സ്റ്റാഫിനെ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. ലെറ്റ് മീ ഇൻട്രൊഡ്യൂസ് അവർ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡായിട്ടുള്ള മിസ്റ്റർ ഷമീമിനെ. ആക്ച്വലി ഷമീം പിക്ലൂണിൽ വന്നതിന് ശേഷം പിക്ലൂണിൻ്റെ പാർട്ട്ണറായി, നമുക്കൊരു ഫ്രണ്ടായി, ബ്രദറായി, പിക്ലൂണിൻ്റെ ഒരു റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ഇത്രയും വൈബ്രൻ്റ് ആയിട്ടുള്ള പ്രോഡക്റ്റിലേക്ക് നമ്മൾ മെമൻറ്റോസിൻ്റെ കാര്യത്തിൽ മാറുന്നത് ഷമീം വന്നതിന് ശേഷം. ഷമീം പ്ലീസ് കം. താങ്ക് യു ഓൾ.